ഇന്നത്തെ ക്ലാസ് നമ്മൾ ഓർബിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓർബിറ്റ് എന്ന് വെച്ചാൽ ഒരു പിരമിഡൽ സ്ട്രക്ചറാണ്. അതുണ്ടാക്കിയിട്ടുള്ളത് 7 ബോൺസ് വെച്ചിട്ടാണ്. ഓരോ ഓർബിറ്റിലും 7 ടൈപ്സ് ഓഫ് ബോൺസ് ഉണ്ടാവും. അതായത് ഫ്രോണ്ടൽ, സ്പിനോയിഡ്, മാക്സിലറി, സൈഗോമാറ്റിക്, പാലറ്റൈൻ, എത്മോയിഡ്, ലാക്രിമൽ. ഓർബിറ്റ് ഒരു പിരമിഡൽ സ്ട്രക്ചറാണ്. അതിൽ മെയിനായിട്ട് വരുന്നത് ഒരു റൂഫ് ഉണ്ടാവും, ദെൻ ഫ്ലോറ്, മീഡിയൽ വോള്, ലാറ്ററൽ വോള്, പിന്നെ അപ്പെക്സ്, ബേസ്. അപ്പെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പെക്സ് ബാക്കിലോട്ടാണ്, അതായത് നമ്മുടെ ഒപ്റ്റിക് ഫൊറാമൻ, നമ്മുടെ ഒപ്റ്റിക് കനൽ ആ ഒരു ഓപ്പണിങ്ങിലോട്ടാണ് അപ്പെക്സ് ഫേസ് ചെയ്തിരിക്കുക. ആൻഡ് ബേസ് എന്ന് പറയുന്നത് ബേസ് ഓപ്പൺ ഇൻ ടു ദ ഫേസ് ആണ്, അതായത് ഫ്രണ്ട് പോർഷനിലോട്ടായിരിക്കും ബേസ് വരുന്നത്. ഈ ബേസ് പോർഷന് ഓർബിറ്റൽ റിമം എന്ന് അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് പാത്ത് വേസ് ഇൻ ടു ദ ഓർബിറ്റാണ്. ഈ പാത്ത് വേസിലൂടെയാണ് ഓർബിറ്റിനകത്തേക്ക് കയറേണ്ട സ്ട്രക്ചേഴ്സ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഒപ്റ്റിക് കനാൽ, രണ്ടാമത്തെ സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷർ, മൂന്നാമത്തെ ഇൻഫീരിയർ ഓർബിറ്റൽ ഫിഷർ. ഇനി ഓരോ പാത്ത് വേസിലൂടെയും എന്തൊക്കെയാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒപ്റ്റിക് കനാൽ, നമുക്ക് ആ ഫിഗറിൽ OC എന്ന് കാണിക്കുന്നതാണ് ഒപ്റ്റിക് കനാൽ എന്ന് പറയുന്നത്. ആ റീജിയനിലൂടെയാണ് ഒപ്റ്റിക് നെർവും ഒഫ്താൽമിക് ആർട്ടറിയും പോകുന്നത്. അടുത്തത് സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷർ. അവിടെ കൂടെ പോകുന്നത് ലാക്രിമൽ നെർവ്, ക്രേനിയൽ നെർവ് ആയിട്ടുള്ള ട്രോക്ലിയർ നെർവ്, ഓക്കുലോമോട്ട നെർവ്, നേസോസെലിയറി നെർവ്, അബ്ഡ്യൂസർ നെർവ്, അതൊക്കെയാണ്. പിന്നെ ഇതിൽ കൂടി സുപ്പീരിയർ ഒഫ്താൽമിക് വെയിനും പോകുന്നുണ്ട്. മൂന്നാമത്തെയാണ് ഇൻഫീരിയർ ഓർബിറ്റൽ ഫിഷർ. ഇവിടെ കൂടിയാണ് സൈഗോമാറ്റിക് ബ്രാഞ്ച് ഓഫ് മാക്സിലറി നെർവും ഇൻഫീരിയർ ഓഫ്താൽമിക് വെയിനും സിമ്പത്തറ്റിക് നെർവ്സും ഒക്കെ പാസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ബോണി ഓർബിറ്റിലുള്ള ഫ്രാക്ചേഴ്സ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. മെയിൻലി 2 മേജർ ടൈപ്സ് ആണ് വരുന്നത്, ഓർബിറ്റൽ റിം ഫ്രാക്ചറും ബ്ലോ ഔട്ട് ഫ്രാക്ചറും. അതിൽ ഓർബിറ്റൽ റിം ഫ്രാക്ചർ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഫ്രാക്ചർ ഓഫ് ബോൺസ് ഫോമിങ് ദ ഔട്ടർ റിം ഓഫ് ദി ബോഡി ഓർബിറ്റ്. 3 ബോൺസാണ് അതിൽ ഇൻവോൾവ് ആകുന്നത്, മാക്സിലർ, സൈഗോമാറ്റിക്, ഫ്രോണ്ടൽ. നെക്സ്റ്റ് വരുന്നതാണ് ബ്ലോ ഔട്ട് ഫ്രാക്ചർ. It refers to partial herniation of orbital contents through one of its walls. ഇതിൽ ഈ ഓർബിറ്റിലെ ഏറ്റവും വീക്കസ്റ്റ് വാൾ എന്ന് പറയുന്നത് മീഡിയലും ഇൻഫീരിയർ വാൾസാണ്. അപ്പോൾ ഈ വാൾസിലൂടെ ആയിരിക്കും എന്ത് പറ്റുന്ന ഈ കണ്ടൻസ് എല്ലാം കൂടെ ഉള്ളിലേക്ക് കയറുന്ന ഈ വാൾ പൊട്ടിയിട്ടായിരിക്കും. ഇനി എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇങ്ങനെ ഫ്രാക്ചർ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഓർബിറ്റിൽ മൊത്തത്തിലുള്ള പ്രഷർ കൂടുകയും ഐബോൾ പ്രൊട്യൂഡ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇത്രയുമാണ് ഈ സ്കള്ള് എന്ന് പറയുന്ന പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ MCQs ഡിസ്കസ് ചെയ്യാം.